ഡോക്ടേഴ്സ് അൺപ്ലഗ്ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ഡോക്ടർ ആൻഡോ ജോസ്, ഓർത്തോപീഡിക് സർജൻ, SUT മെഡിക്കൽ കോളേജ്. ഇന്ന് നമുക്ക് കുറച്ച് സംശയങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിയാം. ഡോക്ടർ, വെൽക്കം. താങ്ക് യു. ഡോക്ടർ, ഈ മുട്ടുവേദനയ്ക്ക് റീജനറേറ്റീവ് തെറപ്പി വളരെയധികം യൂസ്ഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല ഈ ഒരു തെറപ്പിയെ കുറിച്ച്. സോ വാട്ട് ഇസ് ഇറ്റ് ആക്ച്വലി? റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര മേഖലയാണ്. പ്രത്യേകിച്ച് ഓർത്തോപീഡിക്സിലേക്ക് വരുമ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് PRP ഇഞ്ചക്ഷൻസ് എന്നുള്ള ഇഞ്ചക്ഷൻസ് ആണ്. അത് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ശരീരത്തിലെ ബ്ലഡ് നമ്മൾ എടുത്തുകൊണ്ട് അതിനെ നമ്മൾ പ്രോസസ്സിങ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലഡിനകത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഘടകത്തെ മാത്രം നമ്മൾ സെപ്പറേറ്റ് മാറ്റി നിർത്തിക്കൊണ്ട് അത് നമ്മുടെ മുട്ടിനകത്തേക്ക് നമ്മൾ ഇഞ്ചക്ഷനായി കൊടുക്കുന്നതിനെയാണ് ഈ ഒരു PRP ഇഞ്ചക്ഷൻ. അത് റീജനറേറ്റീവ് തെറാപ്പിയിലെ ഒരു കാര്യം മാത്രമാണ്. ഈ ഒരു റീജനറേറ്റീവ് തെറാപ്പി പല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടും ചെയ്യാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു PRP ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എല്ലാ രീതിയിലുള്ള മുട്ടുവേദനകൾക്കും ഈ ഒരു തെറപ്പി നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? എങ്ങനെയാണത്? കൂടുതലായിട്ടും നമ്മൾ തേയ്മാനത്തിനാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അതും തേയ്മാനത്തിന് 4 സ്റ്റേജസ് ആണുള്ളത്, 1 മുതൽ 4 വരെ. അതിലെ ആദ്യത്തെ 2 സ്റ്റേജസ് എന്ന് വെച്ചാൽ തേയ്മാനത്തിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു തേയ്മാനം ഉണ്ടാകുന്നതിൻ്റെ തോത് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. തേയ്മാനം എന്ന് പറയുന്നത് നമ്മുടെ തരുണാസ്ഥി, നമ്മുടെ എല്ലുകൾ കൂട്ടിമുട്ടുമ്പോൾ നമ്മുടെ ഈ തരുണാസ്ഥി നഷ്ടപ്പെടുന്നതാണ് തേയ്മാനമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന വഴി, കാരണം ഇത് ഗ്രോത്ത് ഫാക്ടേഴ്സാണ്, ഇത് ആ തരുണാസ്ഥിയെ കൂടുതൽ ബലപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ കൂടുതൽ പുനർജീവിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ട് തുടക്കത്തിലുള്ള തേയ്മാനത്തിന് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമാണ്. എന്നാൽ 3-4 സ്റ്റേജുകളിലുള്ള തേയ്മാനത്തിന് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അത്രത്തോളം എഫക്റ്റീവ് അല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ സർജറി തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ, എനിക്കൊരു ഡൗട്ടാണ്, എന്തുകൊണ്ട് ഇനിഷ്യലി തന്നെ ഡയറക്റ്റ് ആയിട്ട് മുട്ട് മാറ്റി വയ്ക്കാൻ ശസ്ത്രക്രിയയിലോട്ട് പോകുന്നില്ല? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ കാറിൻ്റെ ഒരു ടയർ നമ്മൾ വാങ്ങിച്ച് ഒരു 20,000 അല്ലെങ്കിൽ 20,000 25,000 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ നമ്മൾ ആ ടയർ മാറാറുണ്ട്. പിന്നെ നമ്മൾ പുതിയ ഇടുന്ന ടയറിനെ കമ്പനി ഒരിക്കലും നമ്മുടെ വണ്ടി വിൽക്കുന്നവരെ ഒരു വാറണ്ടി തരുന്നില്ല. എന്ന് വെച്ചാൽ അതിനർത്ഥം ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ആ ടയർ മാറേണ്ടി വരും. നമ്മൾ ഇടുന്ന ഇംപ്ലാന്റിനും, നമ്മൾ ഇവിടെ ഇടുന്നത് മെറ്റൽ ഇംപ്ലാന്റ്സ് ആണ്, ഈ ഇടുന്ന ഇംപ്ലാന്റ്സിനും ഒരു പരിധി സമയം കഴിഞ്ഞാൽ, സാധാരണ കമ്പനികൾ ഒരു 15 വർഷമാണ് നമ്മൾ പറയുന്നത്, ഈ ഒരു സമയം കഴിഞ്ഞാൽ ഈ ഇംപ്ലാന്റും ഫെയിലർ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ റിവിഷൻ TKR എന്ന് പറയുന്ന ഒരു സർജറിയിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പം നമ്മളൊരു 50 വയസ്സുള്ള ഒരു വ്യക്തി ഈ സർജറിയിലൂടെ പോവുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ തേയ്മാനത്തിൻ്റെ തുടക്കത്തിലേ നമ്മൾ ഈ സർജറി ചെയ്യുകയാണെങ്കിൽ അയാൾ ഒരു 65-70 വയസ്സാകുമ്പോൾ വീണ്ടും റിവിഷൻ TKR ചെയ്യേണ്ടി വരും. ഈ റിവിഷൻ TKR കുറച്ചും കൂടി സങ്കീർണതകൾ നിറഞ്ഞതാണ്. അതിനാലാണ് നമ്മൾ തുടക്കത്തിലെ ഈ ഒരു TKR എന്നുള്ള സർജറി മാക്സിമം നമുക്ക് ഡിലേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ചികിത്സയുടെ പ്രത്യേകതയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായി ഡോക്ടർ. അപ്പോൾ ഈ ഒരു റീജനറേറ്റീവ് തെറപ്പിയുടെ ആ ഒരു ഗുണം എത്ര നാൾ വരെ ഒരു വ്യക്തിക്ക് ഉണ്ടാവും? പല കാരണങ്ങളെ വെച്ചിട്ടാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. ആളുടെ ശരീരഭാരം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ ആളുടെ ജോലി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റുള്ളൂ. യൂഷ്വലി നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ ആക്ഷൻ വന്നു തുടങ്ങുള്ളൂ. നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം വന്നുകൊള്ളുന്നില്ല. യൂഷ്വലി നമ്മൾ പറയുന്നത് 3 കാരണം ഈ ഒരു ഗ്രോത്ത് ഫാക്ടേഴ്സ് അവിടെ എത്തി അതിൻ്റെ ആക്ഷൻസ് എടുക്കാൻ നമുക്ക് ഈ ഒരു സമയം എടുക്കും. ആ 3 ആഴ്ച മുതലാണ് അതിൻ്റെ ഉപയോഗം കിട്ടിത്തുടങ്ങുക. പക്ഷേ മിക്ക പേഷ്യൻസിലും നമുക്ക് തേയ്മാനത്തിന് നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു ഇഞ്ചക്ഷൻ വേണ്ടി വരാറുണ്ട്. പക്ഷേ പലർക്കും ഒരിക്കലും ഇഞ്ചക്ഷൻ എടുത്താൽ അല്ലെങ്കിൽ 1-2 ഇഞ്ചക്ഷൻ എടുത്താൽ വർഷങ്ങളോളം അതിൻ്റെ എഫക്റ്റ് കിട്ടാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ, ഈ ഒരു PRP ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ്, പാർശ്വഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? നമ്മുടെ ബ്ലഡ് നമുക്ക് എന്തെങ്കിലും ശല്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ബ്ലഡ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്ന് ഒരു പ്രത്യേക ഘടകത്തെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറൻ്റ്ലി ഉള്ള സ്റ്റഡീസിലൊന്നും ഈ PRP ഇഞ്ചക്ഷനെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസിനോ സൈഡ് എഫക്ട്സിനോ കുറിച്ചിട്ടോ പറയുന്നില്ല. എൻ്റെ അനുഭവത്തിലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടർ, ഈ PRP ഇഞ്ചക്ഷൻസ് ഇതിനല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേദനകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ടോ? നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കോസ്മെറ്റോളജി എന്ന് വെച്ചാൽ നമ്മുടെ ഡെർമറ്റോളജി ഡോക്ടേഴ്സാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഓർത്തോപീഡിക്സിൽ ഇപ്പോൾ ഒത്തിരി അപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ടെന്നീസ് എൽബോ, അതുപോലെ തന്നെ പ്ലാന്റർ ഫേഷ്യറ്റിസ്, ഇത്തരം വേദനകൾ അസഹനീയമായിട്ടുള്ള വേദനകളാണ്.
അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ അപ്പം നമുക്ക് മുട്ടിൽ കൊടുക്കുന്ന അത്ര കൊടുക്കേണ്ടി വരില്ല. പക്ഷേ ഈ ഒരു PRPയുടെ ഇഞ്ചക്ഷൻസ് ആ ഒരു സ്ഥലങ്ങളിൽ കൊടുക്കുമ്പോൾ വളരെ നല്ല വ്യത്യാസം അവർക്കുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ക്രോണിക് പെയിൻ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ, ഇതിനല്ലാതെ PRP ഇഞ്ചക്ഷൻസ് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാറുണ്ടോ? മറ്റെന്തെങ്കിലും വേദനകൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ടോ? PRP ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് കോസ്മെറ്റോളജി വിഭാഗത്തിലുള്ളവരാണ്. പക്ഷേ ഓർത്തോപെഡിക്സിൽ ഇപ്പോൾ ഒത്തിരി അപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ക്രോണിക് ആയിട്ടുള്ള പെയിൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു PRP ഉപകാരപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വിട്ടുമാറാത്ത ഷോൾഡർ പെയിൻ, അതുപോലെ തന്നെ ടെന്നീസ് എൽബോ, പ്ലാന്റാർ ഫേഷ്യേറ്റിസ്, അതുപോലെ തന്നെ ഇടുപ്പ് വേദന, അങ്ങനെയുള്ള എവിടെ നമുക്ക് ക്രോണിക് പെയിൻ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു PRP ഇപ്പോൾ കൊടുക്കുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വിട്ടുമാറാത്ത വേദനകൾ ഒരു PRP ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് നല്ല റിസൾട്ട് ലഭിക്കുന്നുണ്ട്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ യൂസ്ഫുൾ ആകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ആരോഗ്യ സംബന്ധമായ കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയും മറ്റ് അധ്യായങ്ങളിൽ ചർച്ച ചെയ്യാം. അതുവരെ നന്ദി.